നിങ്ങൾ ആദ്യം കണ്ടിട്ട് വന്നിരുന്ന എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യം നിങ്ങൾ എപ്പിസോഡ് ഫുൾ കണ്ടിട്ട് ഞാൻ ഉണ്ടായിരുന്ന ആ 27 ദിവസവും കണ്ടിട്ട് വന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അന്നേരം ഞാൻ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുക. അല്ലാതെ ഇനി ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ജാസ്മിനെ എന്നല്ല, അതിനകത്തുള്ള ഒരാളെ എനിക്ക് പേടിയില്ല. നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്? സംസാരിക്കുന്ന ശബ്ദം ഉയർത്തുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു, ഇത്രത്തോളം ശബ്ദം ഉയർത്തിട്ട് അവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഭയങ്കരമായിട്ട് ക്ഷമിക്കുന്ന ഒരാളാണ് ഞാൻ. ഭൂമിയോളം ക്ഷമിച്ചിട്ട് പിന്നെ ഞാൻ ഒരു ബേസ്റ്റ് ഔട്ട് ഉണ്ട്. ആ ബേസ്റ്റ് ഔട്ട് എൻ്റെ ചുറ്റും നിൽക്കുന്നവരെയൊക്കെ കത്തിച്ച് കളയും. അവര് ഫേക്കായിട്ട് തന്നെയാണ് ആ ഒരു ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് അവിടെ നിൽക്കുന്നവരെയും തോന്നിയത് ഇതെല്ലാം അവരുടെ ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാത്തിനും ചന്തിക്കിട്ട് ഞാൻ കൊടുക്കട്ടെ എന്ന്. അടിക്കാൻ തോന്നിയിട്ടുള്ള ഒരാളാരാ അവിടെ? അത് ജാസ്മിന് തന്നെയാണ്. സത്യം പറഞ്ഞ ജാസ്മിന് തന്നെയാണ് നല്ല രണ്ട് കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ള പല സമയത്തും. അകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കുറച്ച് പോർഷൻസേ ഉള്ളൂ, ബാക്കി ചുറ്റുമുള്ള നമ്മൾ കാണുന്നില്ല. പുറത്തിറങ്ങി നിങ്ങൾ ജനങ്ങളാണ് ബാക്കി എല്ലാം കാണുന്നത്. ഞാനാണ് ഗബ്രിയോട് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ ആഴ്ച ഒരു തുടങ്ങിയ സമയത്ത് അത് ടെലികാസ്റ്റ് ആയോന്ന് പോലും എനിക്കറിയില്ല. ഗബ്രി വന്ന് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് പേഴ്സണലി, ജാസ്മിൻ ഒന്ന് പോയി കുളി മോളെ. എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, പോയി കുളിയടി എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കൂടുതലും നിങ്ങൾ ശ്രീരേഖ എവിടെയാ കിച്ചൺ ഏരിയ കണ്ടത്? എവിടെയാ കണ്ടത് പറ. നിങ്ങൾ എടുത്ത് ക്യാമറ ഉള്ളിടത്ത് പോയി നിന്ന് ശ്രീരേഖ കഥ വെച്ചിട്ട് പത്രം ഇങ്ങനെ എന്തായാലും അറിയാൻ കൊടുത്ത 1 മണിക്കൂർ അതും കൊണ്ട് ക്യാമറയെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ശ്രീരേഖ ചെയ്തത്. ശ്രീരേഖയ്ക്ക് കുക്കിംഗ് അറിയില്ല.